യമനിലെ ഹൂതി നിയന്ത്രിത പ്രദേശങ്ങളിൽ യുഎസ് നടത്തിയ വ്യോമാക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. പടിഞ്ഞാറൻ പ്രവിശ്യയായ ഹൊദൈദയിലെ മൻസൂരിയ ജില്ലയിലാണ് ആക്രമണമുണ്ടായത്. മൻസൂരിയയിലെ ജലവിതരണ കേന്ദ്രവും ഓഫീസ് കെട്ടിടങ്ങളും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് ഹൂതി വാർത്താ ചാനൽ അൽ മസീറ റിപ്പോർട്ട് ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പലും കൂടുതൽ യുദ്ധവിമാനങ്ങളും വിന്യസിക്കുമെന്നും യുഎസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹൂതി സേനയ്ക്കെതിരായ ഏറ്റവും പുതിയ ആക്രമണവും. ചൊവ്വാഴ്ച രാത്രിയിലെ യുഎസ് ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചെങ്കിലും മരണസംഖ്യ പ്രാഥമികമാണെന്ന് ഹൂതി ആരോഗ്യമന്ത്രിയുടെ വക്താവ് അനീസ് അൽഹബാദി പറഞ്ഞു. യുഎസും ഇസ്രയേലും ഈ സ്ഥലത്ത് ബോംബാക്രമണം നടത്തിയത് ഭീരുത്വമാണ്. സാധാരണക്കാർക്ക് വെള്ളം നൽകുന്ന ഒരു പൊതുസേവന സൗകര്യമാണിതെന്നും മൻസൂരിയ ജില്ലാ ഡയറക്ടർ അമീർ അൽ അമീർ പറഞ്ഞു. 50,000-ലധികം ആളുകൾക്ക് ഇതോടെ ജലവിതരണം മുടങ്ങി. ചൊവ്വാഴ്ച വരെ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 61 ഉയർന്നതായും 139 പേർക്ക് പരിക്കേറ്റതായും ഹൂതികൾ അറിയിച്ചു. കൂടാതെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഹജ്ജ മേഖലയിലും വടക്കൻ ഭാഗത്തുള്ള സാദയിലും ആക്രമണം നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാദ, സന മേഖലകളിൽ ഒന്നിലധികം യുഎസ് ആക്രമണങ്ങൾ നടന്നതായി അൽ മസ്ര ടിവി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നും യുഎസ് സ്ഥിരീകരിച്ചിട്ടില്ല. തിങ്കളാഴ്ച രാത്രിയിലെ ആക്രമണങ്ങളിൽ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനു പുറമെ ബുധനാഴ്ച യുഎസ് സൈന്യം ഹൊദൈദയിലെ റാസ് ഈസ പ്രദേശത്ത് വ്യോമാക്രമണം നടത്തി. വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളായ ഹജ്ജ, സാദ എന്നിവിടങ്ങളിലെ നിരവധി സ്ഥലങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായി ഹൂതി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാർച്ച് 15-ന് ഹൂതി സേനയ്ക്കെതിരെ വാഷിംഗ്ടൺ സൈനിക ആക്രമണം ആരംഭിച്ചതിന് ശേഷം യമനിൽ 60-ലധികം പേർ കൊല്ലപ്പെട്ടു. ഗാസയിൽ ഇസ്രയേൽ വെടിനിർത്തൽ ലംഘിച്ചതിന് മറുപടിയായി ചെങ്കടലിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്നും യമൻ സായുധ സംഘം ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കുന്നതുവരെ ഹൂതികൾക്കെതിരായ ആക്രമണം തുടരുമെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ഉപരോധത്തിന് മറുപടിയായി ചെങ്കടലിലും അറേബ്യൻ കടലിലും ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്നും ഹൂതികൾ അറിയിച്ചിരുന്നു.